കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का अति पवित्र नाम के धन्य माना जाए. ഒരു വിശുദ്ധ പകൽക്കാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നിരിക്കുകയാണ്. एक पवित्र दिन परमेश्वर ने हमारे जीवन में दान में दिया है. കർത്താവ് നമ്മളെല്ലാം ഒത്തിരി സ്നേഹിക്കുന്നു. परमेश्वर हम सबसे बहुत प्रेम रखता है. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ രാവിലെക്കാലം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്നത്. इसलिए आज हम यहाँ पर काफी तंदुरुस्ती के साथ और खुशी के साथ हम यहाँ पर आज मौजूद हो पाए हैं. എത്ര പേര് ഇത് സന്തോഷത്തോടെ ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നു? कितने लोग आज यहाँ पर खुश हैं? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒത്തിരി യാത്രകളൊക്കെ ചെയ്തു. സ്കൂളിൽ പോയി, കോളേജിൽ പോയി, ഓഫീസിൽ പോയി, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലയിടത്ത് യാത്ര ചെയ്തു. पिछले दिनों में हमने काफी यात्राएं की, स्कूल गए, कॉलेज गए, अपने काम के लिए गए, ऐसी काफी यात्राएं हमने किया है. എന്നാൽ കർത്താവ് നമ്മളെല്ലാം പരിപാലിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ ഒരു പകൽക്കാലം, ഒരു വിശുദ്ധ പകൽക്കാലം കൂടി കാണുവാൻ ദൈവസന്നിധിയിൽ ഒന്നിച്ചു വന്ന് ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിലെല്ലാം ഇടയാക്കി. लेकिन हमारे हर अवस्थाओं में परमेश्वर ने हमें संभाल कर रखा, हमें छुटकारा संभाल कर उसने रखा, कोई विपत्ति आने नहीं दिया और वापस एक दिन और यहाँ पर आकर उसकी स्तुति आराधना करने के लिए उसने हमें सहायता किया. നമ്മൾ ന്യൂസിലെല്ലാം കേട്ടു എത്രയോ അപകടങ്ങൾ ഈ ലോകത്തിൽ നടന്നു, എത്രയോ പേര് രോഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. हमने न्यूज़ में सुना कि कितने लोग की विपत्ति आ गई और कितने लोग इस संसार से मर मिट गए. എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചു, ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മളെ നിർത്തി. लेकिन वो सबसे परमेश्वर ने हमें छुड़ा कर रखा और हमें एक अच्छा दिन उसने प्रदान किया. നമുക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മൾ ദൈവം നിർത്തിയിരിക്കുന്നത് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ പറ്റി പറയുവാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. हमें परमेश्वर ने इसलिए तंदुरुस्ती और बल देकर खड़ा करवाया है कि हम दूसरों के लिए प्रार्थना करें और दूसरों को यीशु के बारे में बता कर दें. കഴിഞ്ഞ ദിവസം നാട്ടിൽ എൻ്റെ മമ്മിയോട് ഫോൺ ചെയ്തപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു, പ്രായമായി 80 വയസ്സായി വയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 80 വയസ്സ് കാണുവാൻ കർത്താവ് ആരോഗ്യത്തോടെ ആയുസ്സോടെ കർത്താവ് സൂക്ഷിച്ചല്ലോ എന്ന് പറയുകയാണ്. पिछले दिन जब मैंने मम्मी को कॉल किया तो मम्मी ने इस प्रकार से कहा कि अब तो मेरी उम्र हो गई है, 80 उम्र की हो गई है ऐसे. तब मैंने इस प्रकार से कहा कि 80 उम्र तक देखने के लिए सब परमेश्वर ने संभाले रखा, इसलिए हम परमेश्वर को धन्यवाद देंगे. മമ്മി ഇപ്പോഴും ആരോഗ്യത്തോടെ വെച്ചിരിക്കുന്നത് തലമുറകൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്തോടെയാണ് ആക്കിയിരിക്കുന്നത് ഞാൻ മമ്മിയോട് പറയുകയായി. आज भी मैंने मम्मी से कहा कि आपको आप परमेश्वर ने इसलिए जीवित रखा है कि देश के लिए, कलीसियाओं के लिए प्रार्थना करने के लिए है. എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. मेरी माता जो है काफी प्रार्थना करने वाली माता है. 5 പേരുടെയും മക്കളുടെ സാക്ഷ്യമാണ് ഞങ്ങളുടെ മാതാവിന്റെ പ്രാർത്ഥന എന്നുള്ളത്. हम पांचों की गवाही यह है कि मेरी माता की प्रार्थना है. ഞങ്ങള് ചെറിയ പ്രായം മുതൽ ഞങ്ങൾ കാണും, ജോലിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മമ്മി ഓടിപ്പോയി റൂമിൽ പോയി പ്രാർത്ഥിക്കും. हमने देखा है कि बचपन में ही हमने ये देखा है, काम करने के बीच में भी वो अंदर जल्दी से जाकर दौड़ कर जाकर प्रार्थना के लिए समय व्यतीत करती है. അതിനുശേഷം ജോലിയെല്ലാം തീർത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാം എല്ലാ പ്രാർത്ഥനയ്ക്ക് ഓടി പോകുമായിരുന്നു. और अपने घर के सारे काम करने के बाद जब स्कूल चले जाते हैं तब भी हमने देखा है कि मम्मी वहाँ पर जाकर हर प्रार्थनाओं में, सभा में अटेंड करती है. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നുമില്ല, സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഓടിപ്പോയി എല്ലാ പ്രാർത്ഥനയും അറ്റൻഡ് ചെയ്തും എൻ്റെ മാതാവ് കടന്നു വരുവായിരുന്നു. और अभी के समान यात्रा की फैसिलिटीज नहीं थी, फिर भी हर जगह वो प्रार्थना के लिए जाया करती थी. ആ മാതാവിന്റെ പ്രാർത്ഥനയും അതിന്റെ അനുഗ്രഹമാണ് ഞങ്ങൾ തലമുറകളെല്ലാം ഇന്നും അനുഗ്രഹിച്ച് ദൈവം നടത്തുന്നത്. वो हमारी माता की प्रार्थना है जो आज तक हम परमेश्वर ने हमें आशीषित रखा है. ഞങ്ങൾ 5 മക്കളാണ്, അതിലെ 3 പേരും കർത്താവിന്റെ വേലയിലാണ്. हम 5 बच्चे हैं, उसमें तीनों परमेश्वर की सेवकाई में हैं. ബാക്കിയുള്ളവരും ദൈവഭയത്തില് ദൈവത്തെ സ്നേഹിച്ച് അവരും കുടുംബമായിട്ടായിരിക്കുന്നു. बाकी लोग भी परमेश्वर की भय में परमेश्वर को प्रेम करते हुए हैं. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ അടുക്കൽ ഇന്ന് രാവിലെ കാലം വന്നിട്ടുണ്ട്. वैसे हमें प्रेम करने वाला परमेश्वर आज हमारे करीब है. അതുകൊണ്ട് സ്നേഹത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. इसलिए प्यार के साथ हम उसके सन्निधि में बैठे ഒരു रहेंगे. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കുഞ്ഞില് ഒരു വയറ്റിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ, एक गर्भवती स्त्री के जब उसके कोख में एक बच्चा जैसा ही जन्म लेता है, ആ കുഞ്ഞിന് വേണ്ടി അവൾ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ഇടയാകും. उस बच्ची के लिए जो गर्भवती माँ है वो किस किस तौर से अपने आप को तैयार करने लग जाती അവൾ है. ഇതുവരെ കണ്ടിട്ടില്ല, ജസ്റ്റ് വയറ്റിൽ ഉരുവായത്, ഉദരത്തിൽ ഉരുവായത് മാത്രമേ ഉള്ളൂ. वो बच्चे को आज तक उसने देखा नहीं है, केवल कोख में पैदा ही हुआ है. എന്നാൽ ആ മാതാവും ആ കുടുംബക്കാരെല്ലാം കുഞ്ഞിന് വേണ്ടുന്നതായ എല്ലാ സംരക്ഷണവും ആ സ്ത്രീക്ക് കൊടുക്കുവാൻ ഇടയാകും. लेकिन उसके पूरा परिवार मिलकर उस स्त्री को वैसा एक केयरिंग उसे मिलता है. ആ കുഞ്ഞിന് കെയർ കൊടുക്കുന്നത് പോലുള്ള നടത്തമായിരിക്കാം, ഇരിപ്പായിരിക്കാം, ആഹാര രീതികളായിരിക്കാം, എല്ലാ രീതിയിലും ഒരു മാറ്റം വരികയാണ്. അപ്പോൾ उसके बाद जो है गर्भवती होने के बाद में उसके चलने में, उठने में, बैठने में हर
तरीके में उसमें एक बदलाहट आने लगती है। അങ്ങനെ കാണാത്ത ആ കുഞ്ഞിന് ഇതുവരെയും പുറത്തു വരാത്ത കാണാത്ത ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, यदि जो बच्चा आज तक जन्म हुआ नहीं है, हमने देखा भी नहीं है, उस बच्चे को हम यदि इतना प्रेम के साथ और उसके लिए यदि हम इतनी तैयारियां करते हैं तो നമ്മളെ അറിയുന്ന നമ്മൾ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. तो हमें जानने वाला एक परमेश्वर जो हमें माता के कोख में जन्म लेने से पहले ही हमें देखने वाला उस सृष्टिकर्ता के हमें कितना अधिक प्रेम रखना ഒരു चाहिए। മാതാവ് കുഞ്ഞ് പുറത്ത് വരുമ്പോഴാണ് കാണുന്നത്, എന്നാൽ നമ്മൾ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ അറിയുന്ന നമ്മളെ സൃഷ്ടിച്ച ഒരു കർത്താവുണ്ട്. एक माता जब वो बच्चा जन्म लेने के बाद उसे देखती है, लेकिन हमारा स्वर्गीय पिता हमारे जन्म लेने से पहले ही उसने हमें देखा है। അതുകൊണ്ടാണ് ദൈവജി പറയുന്നത്, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ, അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കയില്ല എന്ന്. इसलिए वचन में ऐसा लिखा है कि क्या एक माता अपने जन्माए बच्चे को भूल सकती है? यदि भूल भी जाए तो भी मैं उसे नहीं भूलूंगा। പ്രിയമുള്ളവരെ, നമ്മളെ ഒന്നും മറക്കാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. प्रियो, जो हमें कभी न त्यागने वाला, कभी न भूलने वाला एक परमेश्वर हमारे साथ है। ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. कोई भी हमें हाथ छोड़ दे लेकिन हाथ न छोड़ने वाला एक परमेश्वर हमारे साथ है। അതുകൊണ്ട് ഈ രാവിലെ കാലം വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരാം. इसलिए हमें सुबह का समय परमेश्वर के करीब विश्वास के साथ आएंगे। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. हमारे जीवन में इन दिनों में विश्वास बढ़ने दे। യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നവരോടെല്ലാം യേശു കർത്താവ് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുവോ, ഞാനിത് ചെയ്യുവാൻ കഴിയുമോ, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. यीशु के पास जो भी आया उनसे यीशु ने एक सवाल किया है कि क्या तू विश्वास रखता है कि मैं इन कामों को कर सकता हूँ? എബ്രായർ 11:1 ഇപ്രകാരം വായിക്കുന്നു. इब्रानियों 11 के 1 में इस प्रकार से देख सकते हैं। വിശ്വാസത്തിനെ പറ്റിയാണ് അവിടെ വായിക്കുന്നത്. वहाँ पर विश्वास के बारे में हम देख सकते हैं। വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന്. अब विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। പ്രിയമുള്ളവരെ, താഴോട്ട് വലിയ ഒരു പട്ടിക അവിടെ കൊടുത്തിരിക്കുകയാണ്. വിശ്വാസ വീരന്മാരുടെ കുടുംബങ്ങളുടെ ഒരു പട്ടിക അവിടെ കൊടുത്തിരിക്കുകയാണ്. और उसके नीचे के आयतों में विश्वास के वीरों का एक बहुत बड़ा लिस्ट यहाँ पर देख दिया गया है। എബ്രായർ 11:6 പറയുന്നു, 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന്. 11 के 6 में ऐसा लिखा है कि विश्वास बिना उसे प्रसन्न करना अनहोना है। നമ്മൾ ആ ലിസ്റ്റ് നോക്കുമ്പോൾ അവിടെ അനേകരുണ്ട് ആ ലിസ്റ്റില്. वो लिस्ट यदि हम देखें तो वहाँ पर काफी लोग हैं। അബ്രഹാം ഉണ്ട്, മോശയുണ്ട്, സാറയുണ്ട്, അങ്ങനെ അനേക പഴയ നിമിത്തമുള്ളവരെ നമ്മൾ അവിടെ കാണുന്നു. अब्राहम है, सारा है, मूसा है, वैसे अनेक लोगों को हम यहाँ पर देख सकते हैं। എന്നാൽ അവിടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ലോകത്തിലുള്ളവരാരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ പേര് അവിടെ കാണുകയാണ്. और वहाँ पर एक जो हम सोच भी नहीं सकते ऐसा एक व्यक्ति का नाम भी वहाँ पर हम देख सकते हैं। എബ്രായർ 11:30 പ്രകാരം വായിക്കുന്നു. 30 आयत में इस प्रकार से देख सकते हैं। വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ രാഹബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. विश्वास ही से यरीहो के शहर पना, जब 7 दिन तक उनका चक्कर लगा चुके तो वो गिर पड़ी। विश्वास ही से राहाब वेश्या आज्ञा के मानने वालों के साथ नाश नहीं हुई। വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. विश्वास के द्वारा उद्धार प्राप्त हुआ एक बची गई एक स्त्री के बारे पर यहाँ पर हम देख सकते हैं। നമുക്ക് നോക്കാം, ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ മോശമായ ജീവിതം നയിച്ച ഈ രാഹബ് എന്ന സ്ത്രീ എങ്ങനെ കടന്നു വന്നു എന്ന്. इस विश्वास वीरों के लिस्ट में इस एक वेश्या स्त्री का नाम किस प्रकार से आया? തന്നെ അന്വേഷിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന കർത്താവ് ആ വിശ്വാസ പട്ടികയിലേക്ക് കടന്നു വരുവാൻ രാഹബിനെ സഹായിച്ചു. क्योंकि परमेश्वर को खोजने वालों को प्रतिफल देने वाला परमेश्वर इस राहब को भी उस विश्वास के वीरों की लिस्ट में आने का, नाम आने का अनुमति मिला। യോശുവ 2-ാം അധ്യായത്തിലാണ് രാഹബിനെ പറ്റി പറയുന്നത്. होशिया 2 आयत में हम राहब के बारे में देख सकते हैं। നമ്മൾ അവിടെ കാണുന്നു 1-ാം വാക്യത്തില്, നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അവിടെ അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. यहाँ पर हम देख सकते हैं कि 2 स्पाई परमेश्वर जोशुआ ने अपने शत्रु के राज्य में देखने के लिए भेजा था। അവിടെ അയച്ചപ്പോൾ അവിടെ അവർ പുറപ്പെട്ട് രാഹബ് എന്ന പേരുള്ള വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. जब वे वहां पर निकले तो वहां पर जाकर राहब नामक एक वेश्या स्त्री के घर पर उनको रहने मिला। പുറപ്പാട് 2-ാം അധ്യായത്തില് രാഹബിനെ പറ്റി സംബോധന ചെയ്യുന്നത് അവൾ മോശമായ ഒരു സ്ത്രീ അല്ലെ വേശ്യ സ്ത്രീ എന്നാണ് അവിടെ പറയുന്നത്. निर्गमन के किताब में भी 12वां आयत में हम ये देख सकते हैं कि राहब के वहां पर एक बुराई के बारे में वहां पर कहा गया है। പാപജീവിതം നയിച്ച ആ സ്ത്രീ എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പേര് വന്നത്?
पाप में जीने वाली एक स्त्री का नाम यीशु के वंशावली में कैसे आया? ഒരു യോഗ്യത ഒരു കുടുംബ മഹിമയോ അവൾക്ക് പറയാനില്ല. एक योग्यता या उसके कुटुंब की कोई भी महिमा कहने के लिए उसके पास नहीं था. എന്നാൽ പുതിയ നിയമത്തിൽ എഴുതിയപ്പോഴെല്ലാം പറയുന്നു വിശ്വാസത്താൽ രാഹബ് എന്ന വേശ്യ എന്ന പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. लेकिन नया नियम में हम ये देख सकते हैं कि विश्वास के द्वारा राहब वेश्या ऐसे नाम वहां पर इस्तेमाल किया गया है. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ആ വിശ്വാസം കൊണ്ടാണ് അവളുടെ പേര് അവിടെ വരുവാൻ ഇടയായത്. तो उसका विश्वास के कारण ही उसका नाम वहां पर आया है. നമ്മളെ എല്ലാവർക്കും കർത്താവിനെ ഉപയോഗിക്കാൻ കഴിയും. हम सबको परमेश्वर इस्तेमाल कर सकते हैं. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു യോഗ്യതയും വേണ്ട. इसके लिए हमें कोई खास योग्यता होने की जरूरत नहीं है. ഞാൻ എപ്പോഴും പറയും നമ്മുടെ യോഗ്യത ഇല്ലായ്മയാണ് നമ്മുടെ യോഗ്യത എന്ന്. मैं हमेशा ये कहती हूँ कि जो हमारा योग्यता नहीं है वही है हमारे सबसे बड़ी योग्यता. രാഹബിനെ പോലെ നമ്മൾ വിശ്വാസത്തോടെ അടുത്ത് വരുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളെ തീർച്ചയായും ഉപയോഗിക്കുവാൻ ഇടയാകും. राहब के समान यदि हम विश्वास के साथ परमेश्वर के करीब आने को तैयार है तो परमेश्वर हमें इस्तेमाल करेगा. എരിഹോ പട്ടണത്തിൽ അനേക ജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ മോശ ജീവിതം നയിച്ചവളാണ് രാഹബ്. എന്നാൽ നല്ല ജീവിതം നയിച്ച അനേക പട്ടണത്തിൽ ഉണ്ടായിരുന്നു. उस यरीहो के नगर में काफी अच्छे लोग थे वहां पर. എന്നാൽ അവരെ ആരും അല്ല കർത്താവ് ഉപയോഗിച്ചത്. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായ രാഹബിനെയാണ് കർത്താവ് ഉപയോഗിച്ചത്. लेकिन उन किसी को भी नहीं, लेकिन विश्वास के साथ अपने कदमों को रखने के लिए जो निर्णय लिया उनको परमेश्वर ने इस्तेमाल किया है. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റെപ്പുകളെ വെക്കാം. प्रियो, इसलिए हम इन दिनों में विश्वास के साथ अपने कदमों को रखेंगे. രാഹബ് വിശ്വാസം മൂലം തന്റെ പേരിനെ മാറ്റിയ സ്ത്രീയാണ്. राहब ने विश्वास के द्वारा अपने नाम को बदल दिया है. അവള് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവൾ ഒരിക്കലും അവിടെ കണ്ണുവെച്ച് കണ്ടില്ല. അവൾ കേട്ടറിഞ്ഞതേ ഉള്ളൂ. उसने उसके जीवन में किए हुए अद्भुतों को अपने आंखों से देखा नहीं, लेकिन सिर्फ सुना ही था. എന്നാൽ ആ കേട്ടറിഞ്ഞ ദൈവത്തെ അവൾ വിശ്വസിച്ചു. लेकिन वो सुना हुआ परमेश्वर को उसने विश्वास किया. അതുകൊണ്ടാണ് ആ രണ്ട് ഒറ്റുകാരെ അവൾ അവിടെ ഭവനത്തിൽ കൈക്കൊണ്ടത്. इस वजह से ही वो जो दो भेद निकालने के लिए दो लोग आए थे उन्हें अपने घर में अपनाया. നമുക്ക് രണ്ടാം അധ്യായം നോക്കാം. ജോശുവ എഴുതിയ രണ്ടാം അധ്യായം जोशुआ 2 आयत में हम देख सकते हैं. ഇസ്രായേൽ മക്കൾ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടി. എരിഹോ രാജാവ് രാഹബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കി തരിക എന്ന് പറഞ്ഞു. वहां पर യോശുവ 2:3. तब यरीहो के राजा ने राहब के पास यो कहला भेजा कि जो पुरुष तेरे यहाँ आए हैं उन्हें बाहर ले आ, क्योंकि वे सारे देश का भेद लेने को आए हैं. രാജാവ് പറയുകയാണ് നിന്റെ വീട്ടിൽ കടന്നു വന്നവരെ പുറത്താക്കി തരിക എന്ന്. राजा इस प्रकार से कहते, जो तेरे घर पर भेद निकालने के लिए आए हैं उन्हें बाहर लेकर आ. രാജാവ് ചോദിക്കുകയല്ല നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നോ എന്നല്ല ചോദിക്കുന്നത്. രാജാവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു രാഹബിന്റെ വീട്ടിൽ അവർ വന്നു എന്ന്. राजा ये पूछ नहीं रहा है कि तेरे घर पर कोई भेद निकालने वाले आए हैं क्या. राजा को ये बात की पक्की थी कि वहां पर कोई ना कोई भेद निकालने वाले आए हैं. ഇത്ര വലിയ രാജകൽപ്പന കേട്ടിട്ട് അവൾ ഭയം കൂടാതെ ആ രണ്ടുപേരെ അവൾ ഒളിപ്പിക്കുവാൻ ഇടയായി. इतनी बड़ी राजा की कल्पना सुनने के बावजूद भी वो बिना डर के साथ वो दोनों को अपने घर में छिपा रखी. ആ രാജാവിന്റെ ആൾക്കാർ ആ വീട്ടിൽ കടന്നു വന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ അവളെ അവളുടെ കുടുംബക്കാരെ എല്ലാം രാജാവ് കൊന്നുകളയുമായിരുന്നു. यदि राजा के लोग आकर घर के अंदर देखते, अगर वो पाते वहां पर, तो उनके परिवार को पूरा सहित वो नष्ट कर दिए होते. എന്നാൽ അവൾ രാജാവിനേക്കാൾ അധികമായിട്ട് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൾ ധൈര്യത്തോടെ പറയുകയാണ് ഇവിടെ വന്നിരുന്നു എന്നവൾ പറഞ്ഞു. എന്നാൽ അവർ കടന്നുപോയി എന്നവൾ പറയുകയാണ്. लेकिन उस राजा से भी बढ़कर उसने परमेश्वर पर विश्वास किया, इसलिए वो कहते है कि यहाँ पर कोई नहीं आया और वो बच गई. പ്രിയമുള്ളവരെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് രാഹബ് ഇത്ര വലിയ റിസ്ക്, അവിടെ ജീവൻ നഷ്ടമാകുന്ന രാജാവിന്റെ കൽപ്പനയെ മറുത്ത് അവൾ ഇങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായതെന്ന് നമുക്ക് നോക്കാം. हम यहाँ पर देखते हैं कि क्यों उसने राजा से भी बढ़कर परमेश्वर पर विश्वास रखे, अपने जीवन में एक इतना बड़ा रिस्क लेने को वो तैयार हो गई. ഒന്നാമത് അവൾ കേട്ട ആ വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം. पहली बात तो यह है कि उसको जो परमेश्वर के ऊपर जो विश्वास था, അവളുടെ വിശ്വാസം വളരെ വലുതാണ്. നമ്മൾ ആദ്യമേ കേട്ടു उसका विश्वास काफी बड़ा है, वो हमने सुना. യോശുവ 2:9 അവൾ പറയുകയാണ്, അവൾ തന്നെ പറയുകയാണ്, അവൾ വാവച്ച് ഏറ്റു പറയുകയാണ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്. और दूसरे आयत की 9वां आयत में हम देख सकते हैं कि वहां पर वो अपनी जुबान से परमेश्वर के बारे में कहने लगती है. ഒന്നാമത് അവൾ പറയുകയാണ് യഹോവേ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന്. वो एक पहली बात वो कहती है कि यहोवा ने तुम लोगों को यह देश दे दिया है. ഇതുവരെ ആ ദേശം അവർക്ക് കിട്ടിയിട്ടില്ല, ഒറ്റുകാർ വന്ന് നോക്കുന്നതേ ഉള്ളൂ. എന്നാൽ ആ ദേശത്ത് വസിക്കുന്ന രാഹബ് എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ് ഈ ദേശം യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് എന്ന്. अभी तक तो ये देश
इसराइल के हाथ में मिला नहीं है, वो सिर्फ वहाँ पर देखने के लिए ही आए हैं, लेकिन राहब स्त्री इस प्रकार से कहती है कि परमेश्वर ने ये देश आपके हाथ में दे दिया है। യോശുവ 2:9 താഴോട്ട് വായിക്കുകയാണെങ്കിൽ പറയാണ്, നിങ്ങളുടെ ഭീതി, ഇസ്രായേൽ ജനത്തിന്റെ ഭീതി ഞങ്ങളുടെ മേലെല്ലാം വീണിരിക്കുകയാണ്. और आगे के आयतों में इस प्रकार से कहता है कि इसराइल का जो भय है वो हमारे ऊपर आ चुका है। ഈ ദേശത്തിലെ നിവാസികളെല്ലാം നിങ്ങളുടെ നിമിത്തം ഉരുകി പോവുകയാണെന്ന് അവൾ സാക്ഷ്യം और പറയുകയാണ്. वो इस प्रकार से गवाही देती है कि इस देश के सब निवासी लोग इसराइल के कारण घबरा रहे हैं। ഇതെല്ലാം അവള് ദൈവത്തെ പറ്റി സാക്ഷ്യം പറയുകയാണ് ഇവിടെ. ये सब यहोवा के बारे में गवाही को प्रस्तावन कर रही है। നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചത് അതെല്ലാം പറയുകയാണ്. जब तुम मिस्र से छोड़कर आए थे, तुम्हारे लिए तुम्हारे परमेश्वर ने लाल सागर को 2 करके दिया। ഇതെല്ലാം കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാ യെരിഹോ വാസികളുടെ എല്ലാവരുടെയും കാര്യമാണ് ഇവൾ പറയുന്നത്. ഞങ്ങളുടെ എല്ലാ ഹൃദയം ഉരുകിപ്പോയി എന്ന് അവൾ പറയുന്നു. ये सब सुनकर हम जो यरीहो के निवासी, हम सबका हृदय जो है वो टूट पड़ा है। ഇതെല്ലാം അവൾ കേട്ട കാര്യമാണ്, ഒന്നും അവൾ അനുഭവിച്ച കാര്യമല്ല, കണ്ട കാര്യമല്ല. और ये सब उसने देखा नहीं, अनुभव नहीं किया, लेकिन सुनी हुई बातें हैं। എന്നാൽ അവൾ 11-ാം വാക്യത്തില് ഈ കേട്ട ദൈവത്തെ വിശ്വസിച്ച് അവളുടെ വാ കൊണ്ട് അവൾ ഏറ്റു പറയുന്നു. और इस 11वें आयत में भी हम देख सकते हैं कि वहां पर वो सुनी हुई बातों को अपने जुबान से वो अंगीकार कहकर कहने लगती है। നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് ആ വേശ്യയായ സ്ത്രീ അവിടെ ഏറ്റു പറയുകയാണ്. क्योंकि तुम्हारा परमेश्वर यहोवा ही ऊपर के आकाश का और नीचे की पृथ्वी का परमेश्वर है। പ്രിയമുള്ളവരെ, തന്റെ നാമത്തെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. प्रियो, जो परमेश्वर के नाम को जुबान से अंगीकार करने वालों को कभी त्यागने वाला परमेश्वर नहीं है। എന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നവർ ഒരിക്കലും അവൻ തള്ളിക്കളയുകയില്ല. जो मेरे नाम को लेकर अंगीकार करे और अपनी जुबान से कहे, उसे मैं कभी छोड़ूंगा नहीं। തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന കർത്താവ്, जो उसको सम्मान करता है उसे सम्मान देने वाला परमेश्वर। ആ മാന്യതയാണ് ഇവിടെ രാഹബിന് പിന്നീട് ലഭിച്ചതായിട്ട് നമുക്ക് वो കാണുവാൻ കഴിയും. सम्मान हम यहाँ पर देख सकते हैं कि जो राहब को मिला है। ആ മാന്യത എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ वो सम्मान कितना बड़ा है यदि वो समझना है तो മത്തായി എഴുതിയ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. മത്തായിയുടെ 1-ാം അധ്യായം, मत्ती रचित सुसमाचार उसके पहले आयत में हम आते हैं। 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, उसके पहले आयत के पहले अध्याय के पहले आयत में हम ये पढ़ सकते हैं। അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. इब्राहिम की संतान, दाऊद की संतान, यीशु मसीह की वंशावली। യേശു ക്രിസ്തുവിന്റെ വംശാവലിയെ പറ്റിയാണ് അവിടെ പറയുന്നത്. यीशु मसीह की वंशावली के बारे में इस अध्याय में लिखा गया അവിടെ है। ലോകം ഒരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയുടെ പേര് അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. वहाँ पर भी एक व्यक्ति जिसका योग्यता नहीं है, दुनिया ने जिसे त्याग दिया था, उस व्यक्ति का नाम यहाँ पर आता है। അതിന്റെ 1-5 ഇപ്രകാരം വായിക്കുന്നു, സൽമോൻ രാഹബിൽ ബോവസിനെ ജനിപ്പിച്ചു എന്ന്. और उसके 5वां आयत में हम देख सकते हैं कि और सलमोन और राहब से बोअज उत्पन्न हुआ। ബോവസിന്റെ മാതാവായി തീരുവാനുള്ള Amen. ഭാഗ്യ Hallelujah. പദവിയാണ് ഇവിടെ രാഹബിന് ലഭിച്ചത്. बोअज की माता बनने का एक सौभाग्य इस राहब को मिला നമ്മൾ है। ബോവസിനെ പറ്റി ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. हमने बोअज के बारे में बहुत सारी संदेश हमने सुना നമ്മൾ है। പറയും ബോവസ് നല്ല വീണ്ടെടുപ്പുകാരനാണ്, അവൻ രൂത്തിനെ വീണ്ടെടുത്ത കഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. हम हमेशा कहते हैं कि बोअज छुड़ाने वाला है और उसने रूत को छुड़ाया, वो सब हमने सुन चुका है। എന്നാൽ ഈ വചനമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ നല്ല ഗുണ ബോവസിന് കിട്ടിയത് എങ്ങനെയാണ്. ഒരു ആർക്കും വേണ്ടാതിരുന്ന അവേശ്യായ സ്ത്രീയെ ബോവസിന്റെ പിതാവായ സൽമോൻ വീണ്ടെടുത്തു. ആ പിതാവിന്റെ മാതൃക കണ്ടാണ് ആ മോവാബിയ സ്ത്രീയായ രൂത്തിനെയും ബോവസ് വീണ്ടെടുക്കുവാനിടയായത്. जब मैं इन वचनों को पढ़ी तो मुझे ये समझ आया कि बोअज को ये स्वभाव कहाँ से मिला। उसे ये समझ आया कि उसका जो पिता सलमोन है, उसने अपने राहब को अपना लिया और वही स्वभाव बोअज के अंदर भी आकर उसने रूत को छुड़ा लिया। അങ്ങനെ വലിയൊരു ഭാഗ്യ പദവിയുടെ രാഹബിന് ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നു. वैसा एक बहुत सौभाग्य हम राहब को यहाँ पर मिला, हम देख सकते हैं। രാഹബിന്റെ പേര് മാത്രമല്ല, ബോവസിന്റെ ഭാര്യ രൂത്തിന്റെ പേര് ആ വംശാവലിയിൽ നമ്മൾ കാണുകയാണ്. केवल राहब का नाम ही नहीं, बोअज की पत्नी रूत का नाम भी हम यहाँ पर देख सकते हैं। യോഗ്യതയില്ലാത്തവരെ യോഗ്യതരാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. जो योग्यता नहीं है, जिनके पास उन्हें योग्य बनाने वाला परमेश्वर है हमारा പിന്നെ യോശുവയുടെ परमेश्वर। പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 2:12-13 നമ്മൾ കാണുന്നു, അവൾ രാഹബോറ്റുകാരോട് യഹോവയെ ചൊല്ലി ചില കാര്യങ്ങൾ എന്നോട് സത്യം ചെയ്യണമെന്ന് പറയുകയാണ്. फिर वहाँ पर वापस हम योशुआ में, यहोशू की किताब में ये देख सकते हैं कि वहाँ पर वो कहती है कि मुझसे सच कहना। അവൾ പറയുകയാണ്, നീ എന്നോട് ദയ ചെയ്ത് എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ എൻ്റെ കുടുംബക്കാരെ എല്ലാം രക്ഷിക്കണമെന്ന് അവൾ അപേക്ഷിക്കുകയാണ്. वो वहाँ पर इस प्रकार से बोलती है कि शब्द खाकर मुझसे कहो कि सिर्फ मुझे
मुझे ही नहीं लेकिन मेरे पिता के घराने पर भी तू मुझ पर दया करना। ഇവിടെ നമ്മൾ കാണുന്നു രാഹ പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിലും തന്റെ കുടുംബക്കാരെ അവൾ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവളാണ്. आमीन। और यहाँ पर हम एक खास बात यह देख सकते हैं कि भले ही वो स्त्री पाप में रहती थी लेकिन वो अपने परिवार अपने घराने से प्रेम रखने वाली അവൾക്ക് थी। വേണമെങ്കിൽ അവിടെ രക്ഷ മാത്രം നോക്കിയാൽ മതി. उसको चाहिए तो केवल अपना ही उद्धार वो देख सकती थी। അവൾ പറയുകയാണ് എന്റെ സഹോദരനെയും സഹോദരിയെയും എന്റെ പിതാവിനെയും മാതാവിനെയും എന്റെ ചാർച്ചക്കാരെ എല്ലാവരെയും വിടുവിക്കണമെന്ന് രക്ഷിക്കണമെന്ന് അവൾ യഹോവയുടെ നാമം ചൊല്ലിയാണ് അവൾ സത്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. वो वहाँ पर यहोवा का नाम लेकर शब्द खाकर इस प्रकार से दया से विनती करती है कि केवल मुझे ही नहीं मेरे भाई मेरे बहन मेरे माता मेरा पिता मेरे सारे घराने की उद्धार हो। രാഹബിന്റെ ഒരു നല്ല സ്വഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. അവൾ അവളുടെ വീട്ടുകാരെ സ്നേഹിക്കുകയും കരുതുകയും അവരുടെ രക്ഷ ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. राहब की एक अच्छी खासियत को हम यहाँ पर देख सकते हैं कि वो अपने घराने की उद्धार चाहने वाली स्त्री थी। പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ നിന്ന് അനേകർ ഇപ്പോഴും ഈ നല്ല ദൈവത്തെ അറിയാതെ ഇന്നും ആയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. प्रियो, हमारे घरों में भी आज तक बहुत लोग ऐसे हैं जो यीशु को नहीं जाना है। हमारी भी प्रार्थना यही ऐसे ही होने पाए। രാഹബ് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ അവരെല്ലാം നീ വിടുവിക്കണമേ എന്ന്. राहब ने जिस प्रकार से कहा वैसे हम भी प्रार्थना करेंगे, परमेश्वर तू उन सबको छुड़ा लेना। ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ സ്വീകരിക്കയില്ലായിരിക്കും, എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. लेकिन जब हम कहते हैं तो वो स्वीकार नहीं करते होंगे, लेकिन हम बिना थके हम बिना रुके उनके लिए प्रार्थना करते रहेंगे। ആരും നശിച്ചു പോകാതെ നിത്യതയ്ക്ക് അവകാശമായി തീരുവാൻ നമ്മുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. कोई भी नाश न हो परंतु उस अनंत जीवन को प्राप्त करने के लिए हम लगातार उनके लिए प्रार्थना करते रहेंगे। യോശുവ 2:14 കാണുന്നു, അവളോട് സത്യം ചെയ്യുന്ന ആ ഒറ്റുകാർ രണ്ടുപേരും 2:14 आयत में हमें देख सकते हैं कि वो शब्द खाकर उनसे कहते हैं, वादा देते हैं। അവർ പറയുകയാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞങ്ങൾ വന്ന കാര്യം, ഞങ്ങൾ ഒറ്റുനോക്കാൻ വന്ന കാര്യം നീ ആരെ അറിയിക്കരുത്. लेकिन एक बात उनसे ये रखते हैं कि हमने जो यहाँ पर भेद निकालने के लिए आया ये बात तू किसी से न कहना। അങ്ങനെയെങ്കിൽ ഞങ്ങളും നിന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്ന് പറയുകയാണ്. अगर ऐसा है तो हम तेरे परिवार को छुड़ाएंगे। പ്രിയമുള്ളവരെ, ദിവസത്തിൽ കടന്നു വരുമ്പോൾ ചില കണ്ടീഷൻ ഒക്കെ ഉണ്ട്. प्रियो, जब हम परमेश्वर की उपस्थिति में आते हैं तो कुछ हमें कुछ चीजों का पालन भी करना पड़ता है। അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രക്ഷ കടന്നു വരികയുള്ളൂ. अगर हम उसे नियमित रखें तो ही हमारे जीवन में एक उद्धार आएगा। ഇവിടെ രാഹബ് പറയുകയാണ്, എന്റെ കുടുംബക്കാരെ എല്ലാം നിങ്ങൾ രക്ഷിക്കണമെന്ന്. यहाँ पर राहब कहती है कि मेरे पूरे परिवार को छुड़ा लेना। പിന്നെ നമ്മൾ കാണുന്നു, അവൾ അവരെ ആ കിളിവാതിൽ കൂടി ഇറക്കി വിട്ടതായിട്ട് കാണുന്നു. फिर हम देख सकते हैं कि उस खिड़की से उन्होंने उसे बाहर निकाल कर भेज വചനത്തിൽ നമ്മൾ दिया। കാണുകയാണ്, അവൾ ഒരു കോട്ട മതിലിന്റെ മുകളിലാണ് അവൾ താമസിച്ചിരുന്നത്. हम देख सकते हैं कि वो एक शहरपना के ऊपर रहा करती അവൾ थी। തനിയെ താമസിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ऐसा लिखा है कि वो अकेले वहां पर रहा करती थी। കാരണം അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ വരുമ്പോൾ നീ നിന്റെ പ്രിയമുള്ളവരെ എല്ലാം നിന്റെ വീട്ടിൽ കൂട്ടണമെന്ന് പറയുന്നു ഇവിടെ. क्योंकि वहां पर लिखा है कि जब हम दोबारा आएंगे तो सारे घराने वालों को तेरे घर के अंदर ले लेना। അതിനുശേഷം ഒരു വ്യവസ്ഥയും കൂടെ പറയുകയാണ്. 2:17 അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽ കൂടി ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെ സഹോദരന്മാരെയും പിതൃഭവനത്തെയും ഒക്കെ നിന്റെ അടുക്കൽ വരുത്തിക്കൊള്ളണമെന്ന്. वहां पर उस स्त्री से इस प्रकार से पुरुष लोग कहते हैं कि जब हम दोबारा आएंगे तो तू अपने घर पे सबको ले लेना और अपने घर के पटिया पर लाल रंग का एक कपड़ा बांध देना। യേശുവിന്റെ രക്തത്താലുള്ള വിടുതലിനെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. यहाँ पर यीशु के लहू की छुटकारा को हम यहाँ पर देख പഴയ सकते നിയമത്തിൽ हैं। അതൊരു ചുവപ്പ് ചരടായിരിക്കാം, കയറായിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സംരക്ഷണം അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണെന്ന് നമ്മൾ കാണുന്നു. पुराने नियम में वो एक लाल रंग का कपड़ा हो सकता है, लेकिन नया नियम में जब आते तो देख सकते हैं कि वो लाल रंग यीशु का लहू है। ഈ ചുവപ്പ് ചരടിനുള്ളിൽ ഈ കെട്ടിയ ഭവനത്തിലേക്ക് നിന്റെ പ്രിയമുള്ളവരെല്ലാം കടന്നു വരണം, എങ്കിൽ മാത്രമേ അവർക്ക് വിടുതലുള്ളൂ എന്നിവിടെ പറയുന്നു. यहाँ पर ये पुरुष लोग कहते हैं कि इस लाल कपड़े से बंधा हुआ घर के अंदर अपने माता पिता भाई बहन सारे घराने को इकट्ठा करना तो ही वो बच पाएंगे। നമുക്ക് നോക്കാം, അവൾ തനിയെ പാപസ്വഭാവത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ചിലപ്പോൾ അവൾ പറഞ്ഞതൊന്നും അവർ കേട്ട് കാണത്തില്ല, അവരുടെ കുടുംബക്കാരെ അവഗണിച്ച് കാണും. हो सकता है कि वो अकेले रहने वाली स्त्री थी, तो जब उन्होंने अपने परिवार से कहा तो शायद वो सुने नहीं होंगे, उन्होंने उसे नजरअंदाज किया रहेगा। എങ്കിലും അവളുടെ ആ സ്നേഹം മൂലമുള്ള ആ പറച്ചിൽ മൂലം ആ വിശ്വാസം മൂലം അവിടെ വിശ്വാസം അവരിലേക്കും പകർന്നിട്ട് അവൾ അവരെല്ലാം നേടുവാനിടയായി. लेकिन उसने अपने प्रेम के साथ अपने सारे घराने को वो उद्धार में लेकर आई। അതുപോലെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ പ്രിയമുള്ളവരെ उसी നേടുന്നവരായിരിക്കണം. प्रकार हम भी प्रेम के साथ अपने प्रियजनों को हम उद्धार में लाने वाले हो सके। പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ ആ രക്തത്താൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ വിടുതലുള്ളൂ. जो यीशु के नाम पर आश्रय रखता है, उसके नाम को अंगीकार करता है, केवल वही उद्धार हो प्राप्त ആ कर सकता ഒറ്റുകാരി है। പറയുകയാണ്, ആരെങ്കിലും ഈ വീട് വിട്ടിറങ്ങിയാൽ, ഈ ചുവന്ന ചരടുള്ള വീട് വിട്ടിറങ്ങിയാൽ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല പറയുകയാണ്. वो पुरुष लोग इस प्रकार से कहते हैं, यदि कोई भी इस घर छोड़कर बाहर निकल गया तो हम उसके उत्तरदायित्व नहीं ले सकते। യോശുവ 2:21 നമ്മളിങ്ങനെ കാണുന്നു,
ആ രാഹബ് അപ്പോൾ തന്നെ ഒറ്റുകാർ പോയ ഉടനെ തന്നെ ആ ചുവപ്പ് കയർ അവിടെ കെട്ടിയതായിട്ട്. और हम देख सकते हैं कि जैसा ही वो पुरुष उनके घर से निकल गए तुरंत ही उसने वो लाल रंग का कपड़ा अपने खिड़की में बांध ആ लिया. ഒറ്റുകാർ പോയപ്പോൾ അവർ വരുന്ന സമയമോ ഒന്നും അവർ പറഞ്ഞില്ല. എപ്പോൾ വരും, ഇന്ന് വരുമോ, നാളെ വരുമോ, എത്ര സമയം എടുക്കുമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. वो जब पुरुष वहां से निकल गए तो ये कहकर नहीं गए कि हम कब आएंगे, आज आएंगे या कल आएंगे, कब आएंगे, वो कहकर नहीं गए थे. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഒറ്റുകാർ പോയി അവരെ ഇറക്കി വിട്ട് ആ വാതിൽ അവർ പോയി ഉടനെ തന്നെ അവൾ ആ ചുവപ്പ് ചരട് കെട്ടുവാനിടയായി. लेकिन हम यहाँ पर देख सकते हैं कि जिस वक्त वो पुरुष घर छोड़कर चले गए तुरंत ही उसने अपने घर पर वो लाल रंग बांध ഇതിൽ दिया. നമുക്ക് മനസ്സിലാക്കാം അവൾ കേട്ട കേൾവിയിൽ അവൾ എത്രമാത്രം വിശ്വസിച്ചു. ഈ ദൈവം ജീവനുള്ള ദൈവം എന്ന് അവൾ വിശ്വസിച്ചു എന്ന് നമുക്കിവിടെ तो മനസ്സിലാക്കാം. यहाँ पर हम ये देख सकते हैं कि उसने जिस बातों को अपने कान से सुना उसने कितना अधिक उस पर विश्वास किया. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മൾ മുദ്രയിടുക. प्रियो, हम अपने घराने में हम परमेश्वर के लहू से मोहर ഓരോ लगाते हैं. നിമിഷവും നമ്മൾ ആ സംരക്ഷണത്തിന്റെ हर കീഴിലായിരിക്കും. एक पल हम उस लहू के अंदर अधीन में रहेंगे. അങ്ങനെയെങ്കിൽ ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ അടുക്കയില്ല. यदि ऐसा रहेंगे तो हमारे जीवन में कोई विपत्ति आने न देगा. മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ചുവപ്പ് ചരട് രാഹബനും കുടുംബത്തിനെ എല്ലാം രക്ഷിച്ചതായിട്ട്. आगे हम देख सकते हैं कि वो लाल रंग का कपड़ा के द्वारा उस घर बच गया. ഇത് പഴയ നിയമത്തിൽ സിംബോളിസമായി കാണിക്കുന്നുവെങ്കിലും പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന ആ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ എത്രമാത്രം വിടുവിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. पुराने नियम में एक चिन्ह के समान हमें दर्शाया है, लेकिन नए नियम में देखे तो परमेश्वर का लहू हमें जो है अपने पापों से हमें छुड़ाता है. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രിയമുള്ളവരെല്ലാം വെളിയിൽ പോകുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മൾ മുദ്രയിടുക. प्रिय, इसलिए हमारे घर वाले जब भी घर के अंदर हो चाहे बाहर निकलते हैं तो उन्हें परमेश्वर के यीशु के लहू से मोहर लगा कर रख ले. നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഒത്തിരി പാടി കേട്ട ഒരു പാട്ടാണ് യേശുവിന്റെ രക്തം എൻ്റെ ഭവനത്തിന് വിടുതലായി കാവലായി എന്നുള്ള പാട്ട് നമ്മൾ ഒത്തിരി പാടുകയും അതിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്ത വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. हम कोविड के समय पर भी एक गीत जो है हमने काफी गाते हुए उसे भरोसा किया कि यीशु का लहू मेरे घर का उद्धार है, यीशु का लहू मेरे घर को छुड़ाता है. ये गीतों को गाकर हम काफी आशीषित और आनंदित हुए हैं. അന്ന് നമ്മൾ വളരെ ഭയന്നിരുന്ന സമയമാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തെ നമ്മൾ ഒത്തിരി ആശ്രയിച്ചു. उस वक्त हम काफी डर के साथ थे, इसलिए हमने यीशु के लहू पर बहुत ज्यादा ही आश्रय भी किया. ഇപ്പൊ ആ ഭയത്തിന്റെ സമയമെല്ലാം മാറി നമ്മൾ അന്ന് ആശ്രയിച്ചതുപോലെ ഇന്ന് നമ്മൾ യേശുവിന്റെ രക്തത്തെ നമ്മൾ ആശ്രയിക്കുന്നു. उस टाइम तो भय था, लेकिन अभी हम भय में नहीं हैं, हम उससे बाहर आ चुके हैं. लेकिन क्या हम अभी भी उस लहू पे जैसा उस टाइम भरोसा रखते थे अभी भी हम वैसा उस लहू पर भरोसा रखे हैं? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ പിന്നെ നമുക്ക് യേശു കർത്താവിന്റെ രക്തത്തെ നമുക്ക് ആശ്രയിക്കാം. अगर ऐसा नहीं है तो हम एक बार और उस लहू पर हम भरोसा रखेंगे. നമ്മൾ മോശയുടെ മാതാവ് ആ കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ട ഉണ്ടാക്കി അതിൽ വെച്ചപ്പോൾ അതിന്റെ അകത്തും പുറത്തും കീല് തേച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു പുറപ്പാട് देख सकते പുസ്തകത്തിൽ. हैं कि मूसा की माता ने मूसा को उस संदूक बनाकर जब उसके अंदर रख दिया गया था तो उसके अंदर बाहर वो कील टार लगाकर उसे प्रोटेक्ट कर रखती है. എന്തിനു വേണ്ടിയാണ് മോശയുടെ മാതാവ് ആ കീൽ തേച്ചത്? അവർക്ക് വെറുതെ ഒരു പെട്ടകം ഉണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തി നദി കൂടെ വിട്ടാൽ മതിയായിരുന്നല്ലോ. मूसा की माता ने उस संदूक बनाने के बाद उसे बाहर क्यों टार से लगाया गया था? क्योंकि उसके बेटा को एक सेफ्टी के लिए रखा गया था. പ്രിയമുള്ളവരെ, ആ മാതാവിന് അറിയാം ഈ നൈൽ നദിയിലാണ് ഈ പെട്ടകം വെക്കുന്നത്. ഈ നൈൽ നദിയിൽ അനേക ദുഷ്ട ജന്തുക്കളുണ്ട്. അതൊന്നും എൻ്റെ കുഞ്ഞിനെ തൊടരുത്, കുഞ്ഞിനൊരു ആപത്തും വരരുത്. അതിനുവേണ്ടിയാണ് അവൾ അകത്തും പുറത്തും കീൽ തേച്ച് ആ പെട്ടകം സുരക്ഷിതമാക്കി അവിടെ വെക്കുന്നത്. इसलिए ही अपने बच्चे को कोई बाहर का पानी अंदर न जाने पाए, किसी प्रकार की विपत्ति उस बच्चे पर न आए कहकर उस संदूक का वो अंदर बाहर अच्छे तरीके से वो टार को लगाकर वो रखने लगे. ഞങ്ങളുടെ ഇടയിൽ ഒത്തിരി ദുഷ്ട ജന്തുക്കളുണ്ട് എന്ന് നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നു. हम जानते हैं, भजन संगीता में ये देखते हैं कि हमारे चारों ओर काफी जंगली जानवर है. അതുപോലെ നൈൽ നദിയിലെ വെള്ളം ആ പെട്ടകത്തിൽ കയറി കുഞ്ഞിന് ആപത്ത് വരരുത്, അതിനുവേണ്ടിയും കൂടിയാണ് അവൾ കീൽ തേച്ചത്. उसी प्रकार के नैल नदी की जो गंदी पानी है वो संदूक के अंदर न जाए, इसके लिए उसने काफी सुरक्षितता के साथ उसे बनाया था. അങ്ങനെ പഴയ നിയമത്തിൽ ദൈവഭയ വിവേകമുള്ള ഒരു മാതാവ് അങ്ങനെ ചെയ്തുവെങ്കിൽ പുതിയ നിയമത്തിലെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഓരോ നിമിഷവും മുദ്രയിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രിയമുള്ളവരെ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. पुराने नियम के माताओं ने यदि वैसा किया है तो नया नियम के मसीह के होने के हम यीशु मसीह के लहू पर हम अपने घराने अपने बच्चों को हम यीशु मसीह के लहू में उन्हें मोहर लगाकर हम उन्हें संभाल कर रखेंगे. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ രക്തത്തെ കടന്ന് ആർക്കും അവിടെ കടന്നു വരാൻ സാധിക്കുകയില്ല.
प्रियो, हम यीशु के लहू को क्रॉस करके कोई भी शैतान की ताकत अंदर आ नहीं सकता। അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടാം. इसलिए हम अपने बच्चों को यीशु मसीह के लहू में मोहर लगा कर रखेंगे। ഞാൻ ഒരു പ്രാവശ്യം ഡോണമോളെ പറ്റി റിങ്കി ഒരു സ്വപ്നം കണ്ടു. അതിനുശേഷം എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായി. एक बार डोना के बारे में रिंकी ने दर्शन देखा था, उसके बाद में काफी परेशान हो गई थी। ആ ഒരു ദിവസം ഞാനിങ്ങനെ പകലവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുകയാണ്, കീല് തേക്കുക എന്നുള്ള ശബ്ദം ഞാൻ കേട്ടു. तो उस टाइम जब मैं सो रही तो मैंने ऐसा एक दर्शन में ऐसा आवाज मैंने सुना कि टार लगा लो, ऐसे करके मैंने आवाज सुना। അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഴയ നിയമത്തിലെ കീല് വെള്ളം കയറാതെ തേച്ചുവെങ്കിൽ ഈ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മുദ്രയിടണം. अगर उस टाइम समझ में आया कि अगर पुराने नियम की मूसा की माता ने यदि संदूक को टार लगाकर अगर संभाल कर रखा, तो इस साल भी हमें यीशु के लहू में अपने बच्चों को मोहर लगाकर उन्हें संभाल कर रखना है। നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒത്തിരി തെറ്റായ സ്വഭാവങ്ങൾ അവർ ഉള്ളിൽ കയറി വരാൻ സാധ്യതയുണ്ട്. जब हमारे बच्चे स्कूल जाते हैं, कॉलेज जाते हैं, तो उनके अंदर इस संसार की पाप आ सकती है। അവരുടെ ഉള്ളിൽ ആത്മീയം ചോർന്നു പോകാൻ ഇടയുണ്ട്. उनके अंदर की जो स्पिरिचुअलिटी है वो नष्ट हो सकती है। അതുകൊണ്ടാണ് അകത്തും പുറത്തും കീല് തേച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മൾ അവരെ മുദ്രയിട്ട് അയക്കേണ്ടത്. इसके लिए हमें अंदर बाहर जो है परमेश्वर के लहू से मोहर लगाकर उन्हें बाहर भेजना चाहिए। അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടാം. इसके लिए हम अपने बच्चों को भी परमेश्वर के लहू से मोहर लगाते हैं। പ്രിയമുള്ളവരെ, പലരും ചിന്തിക്കും യേശുക്രിസ്തു വരാൻ സമയം ഇനിയും ഉണ്ടല്ലോ, പിന്നെ ഒരുങ്ങാം എന്നെല്ലാം പലരും ചിന്തിക്കും. प्रिय, अनेक लोग अभी भी ये सोचते होंगे कि यीशु का आने का बहुत वक्त और बाकी है, तो हम और आराम से तैयार हो जाएंगे। യേശുവിന്റെ കൽപ്പന പിന്നീട് അനുസരിക്കാമെന്ന് പലരും ചിന്തിക്കും. यीशु की आज्ञाओं का मानन हम बाद में भी कर सकते हैं, ऐसा सोचते हैं। നമ്മൾ പലരും എന്നെ കേൾക്കുന്നവരും ഒക്കെ ചിലർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, എന്നാൽ സ്നാനപ്പെടാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട്. यहाँ पर उद्धार पाए हुए लोग हो सकते हैं, लेकिन बपतिस्मा लेने के लिए बाकी ऐसे बहुत लोग हमारे बीच में हैं। എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നും നാളത്തേക്ക് വേണ്ടി വെക്കരുത്. प्रियो, कोई भी बात हम कल के लिए न रखें। ആ രാഹബ് ഒറ്റുകാരി പോയി ഉടനെ ആ ചുവപ്പ് ചരട് അവളുടെ സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അവൾ ആ ചരട് കെട്ടിയെങ്കിൽ, वो राहब स्त्री जिस प्रकार से वो पुरुष के निकल के जाते ही तुरंत ही अपने घर पे जिस प्रकार से वो लाल कपड़े को बांध दिया, നമുക്ക് യേശുക്രിസ്തുവിലുള്ള ആ വിടുതൽ രക്ഷ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നവരാകണം. हमारी उद्धार भी केवल यीशु मसीह की ओर से ही आती है, तो हम भी यीशु मसीह कहे गए बातों को, उस आज्ञाओं को पालन करने में तत्पर हो जाए। പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. प्रियो, यीशु का आगमन काफी निकट आ चुका है। കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിനാത്മാവിനോട് സംസാരിച്ചാണ് മലാക്കി 4:1. पिछले बार पवित्र आत्मा ने मुझसे बातें किया कि मलाकी 4 अध्याय का पहला आयत, അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, വരുവാനുള്ള ആ ദിവസം വരും, അത് താമസിക്കുകയില്ല എന്ന്. वहाँ पर इस प्रकार से लिखा है कि एक दिन ऐसा आएगा जो अग्नि के समान जलेगा, और वो एक दिन आएगा निश्चय है, उसमें देरी न होगा। പ്രിയമുള്ളവരെ, ആ നാൾ ഏറ്റവും അടുത്തിരിക്കുന്നു. തീ പോലെ കത്തുന്ന, ചൂള പോലെ കത്തുന്ന ആ ദിവസം അടുത്ത് വരികയാണ്. प्रियो, वो धधकते से भट्टा का सा दिन जो है वो काफी नजदीक आ चुका है। അതിൽ നിന്ന് നമുക്ക് വിടുതൽ വേണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെടണം. यदि हमको उसमें से एक उद्धार छुटकारा चाहिए, तो हमें यीशु मसीह के लहू से उद्धार प्राप्त करना जरूरी है। അതിനുവേണ്ടി നമ്മുടെ തീരുമാനങ്ങൾ ഇനി ഒരിക്കലും നാളത്തേക്ക് വെക്കല്ല്. ഉടനെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങളെ നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. इसके लिए हम अपने निर्णयों को कल के लिए न रखें, तुरंत ही परमेश्वर की आज्ञा पालन करने के लिए तैयार हो जाए। മലാക്കി 4:2 പറയുന്നു, എന്നാൽ എന്റെ കർത്താവിന്റെ നാമത്തെ അറിയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രതിഫലമല്ല, അവരുടെ ഭാഗ്യപതിയെ പറ്റി എഴുതിയിരിക്കുന്നു. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. मलाकी 4 की दूसरा आयत में इस प्रकार से लगे, परंतु तुम्हारे लिए जो मेरे नाम का भय मानते हैं, धर्म का सूर्य उदय होगा और उनके किरणों के द्वारा तुम चंगे हो जाओगे। നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുമെന്ന് അവിടെ പറയുന്നു. और तुम निकलकर पाले हुए बछड़ों की नाई कूदोगे और फांदोगे। ഒരു സൈഡിൽ ചൂള പോലെ കത്തുന്ന ദിവസം വരുമ്പോൾ കർത്താവിനെ അറിഞ്ഞ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുകളിൽ നീതി സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസമായി തീരും. एक तरफ हम देख सकते हैं कि जब धधकती हुई भट्टा का सा दिन आएगा, दूसरी तरफ हम परमेश्वर के संतानों को एक कूदने और आनंदित मनाने का, एक धर्म का सूर्य उदय होने का दिन होगा। നമുക്ക് കേരളത്തിലുള്ളവർക്കറിയാം ഒരു പശുക്കുട്ടി എങ്ങനെയാണ് തുള്ളിച്ചാടി വരുന്നത്, എത്ര സന്തോഷത്തോടെയാണ് നമുക്കറിയാം. हम जो केरला में रहते हैं उनको जानते हैं कि बछड़ा किस प्रकार से कूदता और नाचता हुआ आता है। പശുക്കുഞ്ഞിനെ അഴിച്ചു വിടുമ്പോൾ അത് വലിയ സന്തോഷത്തോടെ ഓടിച്ചാടി വരുന്നതായിട്ട് നമുക്കറിയാം. एक बछड़ा को जब हम बंधा हुआ खोल कर छोड़ देते हैं, तो किस प्रकार से वो कूद कर चला जाता है। അതുപോലെ നമ്മൾ ആ പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി വരുമെന്ന് ദൈവവചനത്തിൽ പറയുകയാണ്. उसी प्रकार उस बछड़े के समान आनंद के साथ कूदते हुए और वहां पर आएंगे, ऐसा वहां पर लिखा നമ്മുടെ हुआ है। സന്തോഷത്തെയാണ് അവിടെ കാണിക്കുന്നത്. हमारे आनंद को वहां पर दर्शाया है। മലാക്കി 3:16, 17, 18 നമ്മളെ ആദരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് കിട്ടുന്ന മാന്യതയെ പറ്റിയൊക്കെ അവിടെ പറയുന്നു. मलाकी 3 के 16, 17, 18 आयतों
देशों में हमें सम्मान करने वाला एक परमेश्वर के बारे में हम देख सकते हैं। കർത്താവിനെ സ്വീകരിച്ചാൽ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നമുക്കൊരു പ്രതിഫലമുണ്ട് പ്രിയമുള്ളവരെ നിശ്ചയം. यदि हम परमेश्वर की आज्ञा का पालन करते हुए जिएंगे तो प्रियो हमें प्रतिफल है वो निश्चय है। കർത്താവിനെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर की सेवा करने वाले न करने वाले दोनों का एक अलग देखने का एक दिन आने वाली है। യെരിഹോവിലെ ജനവും ചിലപ്പോൾ ഈ വ്യത്യാസം കണ്ടു കാണും. हो सकता है कि यरीहो के लोग भी ये देखा होगा। ഈ രാഹബ് കേട്ട കാര്യങ്ങളെല്ലാം യെരിഹോമിലെ പട്ടണത്തിലുള്ള എല്ലാവരും കേട്ട കാര്യമാണ്. राहब ने जिन बातें सुनी थी हो सकता है कि यरीहो नगर के सब लोग ने सुना होगा। ഇസ്രായേൽ ജീവനുള്ള ദൈവമുണ്ട് എന്നും ആ ദൈവം അവരെ എങ്ങനെയാണ് നടത്തിയത്, ചെങ്കടലിൽ വഴി തുറന്നതായിട്ട് എല്ലാം അവർ കേട്ട കാര്യങ്ങളാണ്, അത്ഭുതങ്ങളെല്ലാം കേട്ടതാണ്. इस्राएल को परमेश्वर ने कैसे चलाया, उनके सामने लाल समुद्र कैसे सुखा दिया, ये सारी बातें यरीहो के लोग सब ने सुना होगा। എന്നാൽ അവരാരും രാഹബിനെ പോലെ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായില്ല. लेकिन कोई भी राहब के समान विश्वास के कदमों को रखने के लिए तैयार नहीं हुआ। എന്നാൽ ആ പട്ടണം നശിക്കുന്ന ആ ദിവസത്തിൽ അവര് വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കണ്ടു കാണും. लेकिन जिस दिन वह उस देश में विपत्ति आई, उस दिन परमेश्वर के ऊपर भरोसा करने वाले और नहीं करने वाले के बीच का अलग समझ में आया। ഒരു പട്ടണം മുഴുവൻ ചുട്ടുകരിഞ്ഞ് ചാമ്പലാകുമ്പോൾ അതാ രണ്ട് ഒറ്റുകാരി പോയിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാരെയും കരം പിടിച്ച് വെളിയിൽ കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് നോക്കാം. जब उस देश में विपत्ति आई, सब भस्म हो गए उस दिन, लेकिन राहब के घर के उन घर का उद्धार को हम देख सकते हैं। അതാണ് പ്രിയമുള്ളവരെ കർത്താവിനെ സേവിച്ചവരും സേവിക്കാത്തവരും വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. वो है प्रियो परमेश्वर की सेवा करने वाले, सेवा न करने वाले, विश्वास रखने वाले, विश्वास न करने वालों के बीच का भिन्न। പിന്നെ യോശുവയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ ഒറ്റുകാരി മടങ്ങിപ്പോയിട്ട് യോശുവോട് കാര്യങ്ങളെല്ലാം അറിയിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. फिर हम यहोशू में वापस लौट कर आते हैं। ये जो पुरुष लोग हैं वहां पर वापस जाकर जो भी भेद निकाला है बातें जाकर यहोशू से कहते हैं। മോശയുടെ മനശേഷം യോശുവയായിരുന്നു അവരുടെ നേതാവെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. मूसा के बाद हम जानते हैं कि यहोशू उनका नेता था। മോശയ്ക്ക് വേണ്ടി ഒരിക്കൽ ഒരു നല്ല വർത്തമാനം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു യോശുവയും. मूसा के बारे में ही अच्छी बात बोलने वाला व्यक्ति था यहोशू भी। നല്ല വർത്തമാനം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു യോശുവയും. अच्छा बात लेकर आने वाला व्यक्ति था जोशुआ। ഒരിക്കൽ യോശുവയെ ഒറ്റുനോക്കാൻ പോയ വ്യക്തിയാണ്. लेकिन यहोशू ने भी एक बार ऐसा भेद निकालने के लिए गया था। എന്നാൽ ഇവിടെ യോശുവ അയച്ച രണ്ടുപേര് വന്ന് നല്ല വർത്തമാനം യോശുവയെ അറിയിക്കുകയാണ്. लेकिन यहाँ पर भी दो व्यक्ति लोग आकर यहोशू को अच्छी बातें आकर बताने लगते അവർ हैं। വിശ്വാസത്തോടെ യോശുവയോട് ഒന്ന് പറയുകയാണ്, യഹോ ദേശമൊക്കെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. वो विश्वास के साथ आकर कहते हैं कि देश को परमेश्वर ने हमारे हाथ में दे चुका है। ഈ വാക്ക് പറഞ്ഞത് രാഹബ് എന്ന വേശ്യ പറഞ്ഞ വാക്കാണ് ഇവർ യോശുവയോട് വന്ന് പറയുന്നത്. जो राहब वेश्या थी, जो वधु को कहा, वो बातें ये यहाँ पर आकर कहते हैं। യോശുവ ആ ഒറ്റുകാരുടെ വിശ്വാസം വർദ്ധിച്ചു ഈ രാഹബിന്റെ വിശ്വാസം उस കാരണം. भेद निकालने का जो पुरुष लोग आए थे उनका विश्वास भी इस राहब स्त्री की वजह से बढ़ गया। ആ ഒറ്റുകാർ പറയുകയാണ്, ദേശത്തിലുള്ളവരെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകി പോകുന്നു എന്ന്. वो पुरुष लोग ऐसा कह रहे हैं कि उस एरिहो नगर के देश लोग हमारे वजह से वो पिघल रहे हैं। ഇത് രാഹബ് പറഞ്ഞ വാക്യങ്ങളാണ്. ये राहब ने कही हुई बातें हैं। പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ നമ്മുടേതായ സംസാരം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതുമായിരിക്കണം. प्रियो, हमारे मुंह से निकलने वाली हर एक बात दूसरों को विश्वास को बढ़ाने वाली हो सके। ഇവിടെ ഈ രാഹബിന്റെ വാക്കുകൾ അവർ പിന്നെ അവരുടെ വിശ്വാസം ഉറപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നു. यहाँ राहब की जुबान से निकली हुई बातें उस पुरुषों के विश्वास को बढ़ा दिया। യോശുവ 6 അധ്യായത്തിൽ നമുക്ക് നോക്കാം യെരിഹോ പട്ടണം എങ്ങനെയുള്ള പട്ടണമായിരുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. यहोशू 6वां आयत में देख सकते हैं कि किस प्रकार का नगर था यरीहो का नगर। യെരിഹോ പട്ടണം വളരെ ശക്തമായി അടച്ചുറപ്പുള്ള ഒരു പട്ടണമായിരുന്നു. यरीहो का नगर काफी सामर्थी एक और काफी स्ट्रॉन्ग फाटक वाला एक देश था। ഇത്ര ശക്തമായ ദേശം, പക്ഷേ ദൈവത്തിൻ്റെതായ കേൾവിയിൽ അവർ ആ പട്ടണത്തെ പിന്നെയും അടച്ചു ഉറപ്പാക്കി. ആരും പുറത്തിറങ്ങിയില്ല, അകത്തോട്ട് ആരെയും കയറ്റിയതുമില്ല. और इन लोग एरिहो वालों ने वापस उस फाटक को और मजबूत करके काफी सेफ्टी के साथ रखा। എന്നാൽ എങ്ങനെയാണ് അവർ ആ എരിഹോ പട്ടണം വീഴ്ത്തിയെന്നൊക്കെ നമുക്കറിയാം. അതിൽ വീഴ്ത്തിയതും ആ പട്ടണം പിടിച്ചടക്കിയതും എങ്ങനെയാണെന്നെല്ലാം നമുക്ക് നോക്കാം. लेकिन हम जानते हैं कि किस प्रकार से उस एरिहो के शहरपना को गिरा दिया। അവർ 6 ദിവസം നിശബ്ദമായിട്ട് ആ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റി. वो 6 दिन एक बार शांति से चारों ओर चक्कर लगाया। 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി. 7वें दिन 7 बार चक्कर लगाया। അതിൽ 7ാം പ്രാവശ്യമാണ് അവർ ആർക്കാൻ പറഞ്ഞപ്പോൾ ആർത്തത്. और 7वीं बार उन्होंने वहां पर चिल्लाकर घोषणा करने को कहा तो उन्होंने चिल्लाकर घोषणा किया। ഇത്ര വലിയ ഈ പട്ടണം, ഈ മതില് അവർ യുദ്ധം ചെയ്തല്ല നേടിയത്, അവർ സ്തുതിച്ചും ആരാധിച്ചുമാണ് ഈ പട്ടണത്തെ അവർ നേടിയത്. इतनी बड़ी पहाड़ वाली इतनी बड़ी स्ट्रॉन्ग देश को उन्होंने युद्ध करके नहीं जीता, लेकिन स्तुति और आराधना करते हुए उन्होंने जीता है।
പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ. प्रियो, उस प्रकार हमारे जीवन में भी जब परमेश्वर हमसे कुछ कहने को कहे तो ही करना. ദൈവം നിശബ്ദമായിരിക്കാൻ പറഞ്ഞാൽ നിശബ്ദമായിരിക്കുക. यदि परमेश्वर कहे हमसे शांत रहो तो शांत रहना. പോക എന്ന് പറഞ്ഞാൽ പോക. यदि परमेश्वर कहे जाओ तो चले जाना. ആർപ്പിടുക എന്ന് പറഞ്ഞാൽ ആർപ്പിടുക. अगर कहे तो चिल्लाओ तो चिल्लाना. നമ്മൾ ആ ദൈവശബ്ദം കേട്ട് നമ്മൾ ആർപ്പിട്ടാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. यदि परमेश्वर की आवाज को सुनकर यदि हम परमेश्वर की घोषणा करें तो जरूर उसमें चंगाई है. യോശുവ 6:20 വായിക്കുന്നു, പുരോഹിതന്മാർ കാഹളമൂതി അവരെ കാഹളം നാദം കേട്ട് ജനം അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ജനം ആർപ്പിട്ടപ്പോൾ ആ മതിൽ വീണതായിട്ട് നമ്മൾ വായിക്കുന്നു. और यहाँ पर हम देख सकते हैं कि जब लोगों ने नरसिंगा फूंकते हुए जय जयकार किया, शब्दों को ऊंचा उठाया, अपनी ध्वनि को लहराया, तब वहां पर उनके जीवन में छुटकारा आया. നമ്മൾ പാട്ട് പാടും, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്നൊക്കെ നമ്മൾ പാട്ട് हम പാടും. आराधना में तो गाते हैं कि आराधना में चंगाई, आराधना में छुटकारा है. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് ഇനിയും പാടണം. हम विश्वास के साथ उन गीतों को हमें गाना है. ഇവിടെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടാണ് ആ വലിയ മതിൽ, ഇത്രയും ഉറപ്പുള്ള ആ മതിൽ വീണത്. क्योंकि जब इन्होंने यहाँ पर आराधना करते हुए जय जयकार की ध्वनि उठाई, तब जाकर वो शहरपना वहां पर गिर पड़ी. നമ്മുടെ ജീവിതത്തിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ മതിലുകളും ആരാധനയിൽ വീഴുവാനിടയാകും. हमारे जीवन के हर एक विरुद्ध में खड़े होने वाले हर एक शहरपना आराधना में वो गिर सकती है. ഈ രാവിലെ സമയം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മതിലാണ് ശത്രു കെട്ടിയിരിക്കുന്നത്. आज हम जरा सोचे कि हमारे जीवन के विरुद्ध में शैतान कहाँ कहाँ पर शहरपना खड़ा करा रखी है. നമ്മുടെ ജോലിയിൽ കെട്ടിയ മതിലുകള്, हमारे जीवन के हमारे काम के क्षेत्रों पर बंधा हुआ कुछ शहरपना, ജോലിയിൽ ഇനി മുന്നോട്ട് വിടില്ല, ഉയർച്ച തരില്ല എന്ന് പറഞ്ഞ് പിശാച് കെട്ടിയിരിക്കുന്ന മതിലുകള്, काम के क्षेत्रों में आगे बढ़ोतरी नहीं मिलेगा बोलकर बंधा हुआ कुछ शहरपना, നമ്മുടെ വിദ്യാഭ്യാസത്തില് മുന്നോട്ട് വിടുകയില്ല എന്ന് പിശാച് കെട്ടിയ മതിലുകള്, हमारे पढ़ाई में एजुकेशन के क्षेत्र में आगे बढ़ने नहीं देगा बोलकर बंधा हुआ कुछ शहरपना, കുടുംബജീവിതത്തിൽ അനുഗ്രഹം നന്മ തരികയില്ല എന്ന് പറഞ്ഞ് പിശാച് കെട്ടിയ മതിലുകള്, पारिवारिक जीवन में भलाई को नहीं देखने पाएगा ऐसा कहकर शैतान ने बांधा हुआ कुछ शहरपना. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് സ്തുതിക്കുവാൻ ആർക്കുവാൻ തയ്യാറായാൽ ആ യെരിഹോ മതിൽ ഇത്ര ശക്തമായ മതിൽ വീണതുപോലെ നമ്മുടെ മുന്നിൽ പിശാച് കെട്ടി എല്ലാ മതിലും താഴെ വീഴുവാൻ ഇടയാകും. प्रियो, जब हम आराधना के साथ उस जय जयकार की ध्वनि को उठाएंगे, जब उसकी स्तुति आराधना करेंगे, तब हमारे विरुद्ध हर शहरपना जो है वो गिरने लगेगी. അതിനുശേഷം യോശുവ അവരോട് പറയുകയാണ്, യഹോവ ഈ പട്ടണം നമുക്ക് തന്നിരിക്കുന്നു എന്ന്. उसके बाद यहोशू कहता है कि परमेश्वर ने हमें ये नगर दे दिया है. പ്രിയമുള്ളവരെ, ഈ രാവിലെ കാലം നമ്മുടെ തടസ്സമുള്ള വിഷയത്തെ നോക്കി നമുക്ക് പറയാം, ഇതെല്ലാം യഹോവ നമുക്ക് തന്നിരിക്കുന്നു. प्रियो, हम रुकावटों को देखकर कहे कि ये सब कुछ परमेश्वर मुझे दे चुका है. പ്രിയമുള്ളവരെ, അത് പിന്നെ നമ്മൾ കാണുകയാണ് രാഹബിനെയും കുടുംബത്തെ എല്ലാം അവർ വീണ്ടെടുത്തതായിട്ട്. हम देख सकते हैं कि राहब की पूरी परिवार वहां पर बची गई. ആ പട്ടണം മുഴുവൻ അവർ ചുട്ടുകളഞ്ഞു, യോശുവയും കൂടെയുള്ള എല്ലാവരും. जोशुआ और सारे संगी लोग इस्राएलियों ने उस सारे देश को भस्म कर डाला. യോശുവ ആ ജനത്തോട് പറഞ്ഞു, അത് ശബ്ദാർപ്പിതമാണ്, അവിടെ നിന്നൊന്നും നമ്മൾ എടുക്കരുതെന്ന് ഇസ്രായേൽ മക്കളോട് പറയാനിടയായി. यहोशू ने वहां से कहा कि उस देश की चीजें शापित है और वहां से कोई वस्तु न लेना. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ആഖാൻ അതിൽ ചിലതെടുത്ത് ഒളിച്ചു വെച്ചതായിട്ട് നമ്മൾ लेकिन കാണുന്നു. हमने पिछले हफ्ते भी सुना कि आखान ने कुछ बातों को उठाकर छिपा रखा. ഒരു പാപത്തിൽ ജീവിച്ച സ്ത്രീ ആ ദേശത്തിലെ എല്ലാം വിട്ട്, അവൾ ആ പാപ സ്വഭാവം എല്ലാ നന്മകളും വിട്ട് അവൾ വെളിയിലേക്ക് വന്നപ്പോൾ, यहाँ पर हम देख सकते हैं कि एक स्त्री जो अपनी सारी पाप को छोड़कर जब वो बाहर आती है, എന്നാൽ ആഖാൻ, ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മകനായ ആഖാൻ അതിൽ നിന്ന് ചിലതെടുത്ത് പാത്തു വെച്ചതായിട്ട് നമ്മൾ लेकिन കാണുന്നു. परमेश्वर के संतान होते हुए भी आखान पाप की वस्तुओं को अपने पास ले लेता है. അതുകൊണ്ട് ആഖാനും തന്റെ കുടുംബവും എല്ലാം നശിച്ചു, കല്ലെറിഞ്ഞ് അവരെ കൊന്നുകളഞ്ഞായിട്ട് നമ്മൾ കാണുന്നു. इसलिए आखान का परिवार सहित वो नष्ट हो गया, उसके ऊपर पत्थरवाह की गई. ആ പട്ടണത്തിൽ നിന്ന് ആ ഒരു സ്ത്രീ തന്റെ കുടുംബക്കാരെ എല്ലാം രക്ഷിച്ചു പുറത്തു വരുമ്പോൾ, और एक भाग में एक स्त्री अपने परिवार को बचाकर वो बाहर लेकर आ रही എന്നാൽ है. യുദ്ധം ചെയ്യാൻ പോയ ഒരു വ്യക്തി അവന്റേതായ ലോകത്തിന്റെ മോഹം കൊണ്ട് തന്റെ കുടുംബത്തെ മുഴുവൻ അവിടെ നഷ്ടമാക്കി. और दूसरे तरफ में एक परिवार अपना गलती की वजह से, अपनी पाप की वजह से अपने परिवार को नष्ट कर डाला. പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കും ഈ തെറ്റ് വരരുത്. प्रियो, हम में से किसी को गलती न होने दे. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിടുതൽ നമുക്ക് ഓരോ നിമിഷം അപേക്ഷിച്ച് മുന്നേറാം. यीशु के लहू की छुटकारे को एक एक पल हम मांगते हुए आगे बढ़ते जाएंगे. രാഹബ് അതെല്ലാം വിട്ട് തന്റെ കുടുംബക്കാരെ രക്ഷിതായിട്ട് നമ്മൾ കാണുന്നു. राहब वो सब कुछ छोड़कर अपने परिवार को बचा लेती है. രാഹബ് വിശ്വാസത്താൽ ജീവനുള്ള ദൈവത്തെ തെരഞ്ഞെടുത്തു. राहब विश्वास के साथ जीवित परमेश्वर को चुन लिया. എത്ര ഭാഗ്യകരമായ പദവിയാണ് അവിടെ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചത്. कितनी सौभाग्य है उसके जीवन में जो उसे मिला है. പാപകരമായ ജീവിതം നയിച്ചവള്, जब वो पाप में जी रही थी, മതിലിന്മേൽ തനിയെ പാർത്തവള്, शहरपना के ऊपर वो अकेले रहने वाली ആ स्त्री थी. ദേശത്തിലുള്ളവരെല്ലാം വെറുപ്പോടെ തെറ്റായ പേര് ചൊല്ലി വിളിച്ച് അവളെ പരിഹസിച്ച വ്യക്തി. सारे देश के लोग उसे एक नाम देकर, गलत नाम देकर, बुरा नाम देकर उसे निंदित किया हुई एक स्त्री. എന്നാൽ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച് അവൾ സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവം അവിടെ അവസ്ഥകളെല്ലാം മാറ്റുവാനിടയായി. लेकिन जब वो विश्वास के साथ विश्वास के कदमों को रखने लगती है, तो परमेश्वर के जीवन की हर परिस्थितियों
में एक बदलाहट को लेकर आता है। യോശുവ 6:23 പറയുന്നു ഇസ്രായേൽ പാളയത്തിന് പുറത്ത് അവളെ താമസിപ്പിച്ചതായിട്ട്. यहाँ पर देख सकते हैं कि इस्राएल ने उसे छावनी के बाहर रहने का जगह ഇവിടെ दिया। പാളയത്തിന് പുറത്താണ് അവളെ ആദ്യം കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. पहले तो यहाँ पर उसे छावनी की बाहर जगह दिया था എന്നാൽ रहने के യോശുവ लिए। 6:26 നമ്മൾ കാണുന്നു അവൾ ഇന്ന് വരെ ഇസ്രായേലിൽ പാർക്കുന്നു എന്ന്. लेकिन 26 में छठवां आयत के 26 में देख सकते हैं कि वो अभी तक इस्राएल में रहने लगी है। പ്രിയമുള്ളവരെ, പാളയത്തിന് പുറത്ത് താമസിച്ച രാഹബിനെ യേശു കർത്താവ് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. हमें यहाँ पर देख सकते हैं कि राहब जो छावनी के इस्राएल के बाहर रहने वाली स्त्री थी, लेकिन उसे अभी इस्राएल के नगर के अंदर उसे ले लिया है। ഇസ്രായേൽ എന്നുള്ളത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. इस्राएल परमेश्वर के अपने खुद के बच्चे हैं, ആ संतान है। മോശമായ ജീവിച്ച ആ സ്ത്രീയെയും കർത്താവ് സ്വന്തം ജനമാക്കി സ്വന്തം മകളായി തീർത്തു. उस बुरी चाल चलने वाली स्त्री को परमेश्वर ने अपना लिया। ഇതെല്ലാം അവരുടെ വിശ്വാസം കൊണ്ടാണ്. ये सब उसके विश्वास की वजह से हुआ था। യാക്കോബിൽ കാണുന്നു, സഹോദരന്മാരെ, എനിക്ക് വിശ്വാസമുണ്ട് എന്നൊരുത്തൻ പറഞ്ഞാലും അവന്റെ പ്രവൃത്തിയിൽ ആ വിശ്വാസം ഇല്ലാതിരിക്കുക എന്ത് പ്രയോജനമെന്ന്. याकूब की पत्री में हम देख सकते हैं कि यदि कोई कहे कि मुझे विश्वास है लेकिन वो अपने कर्म में न दिखाए तो विश्वास शून्य है। യാക്കോബ് 2:25 പറയുന്നു, ഔവണ്ണം രാഹബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയെ പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. याकूब दूसरे आयत के 25वें आयत में भी इस प्रकार से लिखा है कि उसी प्रकार से राहब की स्त्री भी विश्वास के द्वारा ही उन दोनों पुरुषों को अपने घर पर ले लिया और अपने घर में उद्धार की कारण बन गई। രാഹബ് തന്റെ വിശ്വാസം അത് പ്രവൃത്തിയിൽ അവൾ കാണിച്ചു. അവൾ ദൈവത്തിന്റെ ജനമായി ഇസ്രായേലിൽ പാർത്തായിട്ട് നമ്മൾ കാണുന്നു. राहब का विश्वास, राहब का जीवन भी विश्वास के कारण ही उसने अपने घर पर उद्धार लेकर आई। ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്ന ഒറ്റുകാരായ 2 യൗവനക്കാര്, അതിലൊരു വ്യക്തിയാണ് സൽമോൻ. ആ സൽമോനാണ് അവളെ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. और इतिहास में ऐसा लिखा गया कि सलमोन जो व्यक्ति है वो 2 पुरुष में से एक था और उस पुरुष ने उस स्त्री से विवाह कर लिया। അതുകൊണ്ടാണ് അവൾക്ക് ആ ഭാഗ്യ പദവി ദൈവം കൊടുത്തത്. इसलिए ही उसे वो एक अच्छा सौभाग्य उसे മത്തായി मिला। 1:1 യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവിടെ പേര് വന്നു. मत्ती 1:1 में यीशु के वंशावली में उसका नाम आया। രൂത്തിന്റെ പുസ്തകം അവസാന വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ അവിടെ പറയുന്നു ബോവസിനെ ജനിപ്പിച്ചതായിട്ട്. रूत की किताब में भी हम देख सकते हैं कि उसने बोअज को जन्माया। പ്രിയമുള്ളവരെ, മത്തായി 1:1 അവളെ വേശ്യയായ രാഹബ് എന്നല്ല പറയുന്നത്, അവളെ രാഹബ് എന്ന പേര് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. आमीन। मत्ती 1:1 में राहब वेश्या ऐसा नहीं बोला गया है, लेकिन सिर्फ राहब का नाम राहब करके वहां पर बोला गया പ്രിയമുള്ളവരെ, നമ്മുടെ है। ദൈവസന്നിധി കടന്നു വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ ഒന്നും ഓർക്കയില്ല. അതിനെല്ലാം കർത്താവ് മായ്ച്ചു കളയുവാൻ ഇടയാകും. प्रियो, जब हम परमेश्वर के करीब आते हैं, परमेश्वर के पास आ जाते हैं, तो परमेश्वर हमारे पुराने जीवन को नहीं याद रखता है, वो सब मिटा डाल देता है। യോശുവയുടെ പുസ്തകത്തിലെല്ലാം നമ്മൾ കാണുന്നു അവിടെ പേരിന്റെ കൂടെ ഒരു ടൈറ്റിൽ ഉണ്ട്, വേശ്യയായ സ്ത്രീ, വേശ്യയായ സ്ത്രീ എന്ന്. पुराने नियम में हम देख सकते हैं कि उसके नाम के साथ एक टाइटल भी था कि राहब एक वेश्या, ऐसा था। എന്നാൽ അവൾ യേശുക്രിസ്തുവിന്റെ വംശാവലി വന്നപ്പോൾ അവളുടെ പേര് രാഹബ് എന്ന് മാത്രമാണ്. लेकिन जब उसका नाम यीशु की वंशावली में आया तो उसका नाम वहां पर केवल राहब करके बोला गया है। യാക്കോബിന്റെ പുസ്തകത്തിൽ വിശ്വാസത്താൽ രാഹബ് എന്ന് പറയുന്നു. याकूब की पत्री में विश्वास से राहब ऐसे कहा गया ഒരു है। വിശ്വാസത്തിന്റെ ധീര വനിതയായിട്ടാണ് ഇവിടെ രാഹബിനെ പറ്റി പറയുന്നത്. यहाँ पर राहब के बारे में विश्वास की वीर वनिता के नाम में बताया गया है। അവള് വിശ്വസിക്കുക മാത്രമല്ല, അവള് പ്രവൃത്തിയിൽ കാണിച്ചു. केवल विश्वास किया ही नहीं, उसने अपने कामों में भी उस विश्वास को दर्शाया। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. इसलिए इन दिनों में हमारे जीवन का विश्वास बढ़ने दे। അതിന് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. इसके लिए परमेश्वर हमें अपने आप को हम परमेश्वर के सामने समर्पण कर दें। രാഹബിനെ പോലെ നമ്മളെ സമർപ്പിക്കാം. राहब के समान हम समर्पण कर दें। കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. परमेश्वर मेरे जीवन के विश्वास को बढ़ाना, हम ऐसी प्रार्थना करेंगे। യേശുവിന്റെ രക്തത്താൽ നമ്മളെല്ലാം മുദ്രയിടാം. നമ്മുടെ പ്രിയമുള്ളവരെ മുദ്രയിടാം. यीशु के लहू से हम अपने घराने को और अपने सारे प्रिय बंधुओं को हम यीशु के लहू में मोहर लगाएंगे। പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് സമീപമായി, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. प्रियो, यीशु का जो दूसरा आगमन है वो नजदीक आ चुका है, इसके लिए हम उसके लिए तैयार होंगे। നമ്മുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും നഷ്ടമായി പോകരുത്. हम अपने प्रियो के लिए प्रार्थना करें, कोई नष्ट न होने पाए। രാഹബ് തന്റെ കുടുംബക്കാരെ നേടിയതുപോലെ നമുക്ക് നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ പ്രിയമുള്ളവരെ എല്ലാം നേടാം. जिस प्रकार से राहब ने अपने घर का उद्धार लेकर आई, उस प्रकार से हम भी अपने घराने का उद्धार बन जाए। ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാം സഹായിക്കാൻ इन वचनों से परमेश्वर हम सबको आशीषित करने पाए। ദൈവദാസിൽ കൂടെ കേട്ട നല്ല വചനത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റാം. परमेश्वर के दासी के द्वारा सुना हुआ उसके परमेश्वर वचन के लिए हम धन्यवाद देंगे। ദേവദാസിൽ കൂടെ നമ്മൾ കേട്ടത് വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ പരിണത ഫലത്തെക്കുറിച്ചാണ്. परमेश्वर दासी के बारे में हमने ये सुना कि विश्वास के बारे में और उसके जो परिणाम है उसके बारे में।
നമ്മുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും നമ്മുടെ വിശ്വാസം. हमारा विश्वास हमारे इतिहास को ही बदल देता है. പറയുന്നു വേശ്യ എന്ന് പറഞ്ഞ രാഹാബിനെയാണ് പിന്നെ നമ്മൾ യേശുക്രിസ്തുവിന്റെ വംശവലിയിൽ കാണുന്ന രാഹാബായിട്ട് മാറിയത്. हमारे चरित्र ही बदलने वाला जो इतिहास जो राहाब वेश्या करके थी लेकिन उसका वंशावली में यीशु उसका नाम ही बदल देता है. ഈ ദിവസങ്ങളിൽ നമ്മളും നമ്മുടെ വിശ്വാസത്തിന്റെ അളവിനെ ഒന്ന് വർദ്ധിപ്പിച്ച് इन दिनों में हम भी अपने विश्वास की मात्रा को बढ़ाते हुए നമ്മളുടെ അവസ്ഥകളിലേക്കും ഒരു മാറ്റം വന്ന് हमारी अवस्थाओं में भी एक बदलाव लाकर വരും ദിവസങ്ങളിൽ ക്രിസ്തീയ ചരിത്രത്തിൽ നമ്മുടെ പേര് എഴുതത്തക്ക രീതിയിൽ आने वाले दिनों में मसीही इतिहास में हमारे नाम भी लिखने जैसा നമ്മളും ആ വിശ്വാസത്തോടുകൂടി ജീവിക്കണം. हम भी वही विश्वास के साथ जिए. വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലാക്കുകയും കൂടെ വേണം. केवल विश्वास करने से ही नहीं लेकिन वो हमारे कामों में भी उसे लागू करे. രാഹാബ് ചെയ്തത് അത് തന്നെയാണ്. राहाब ने भी वही किया था. വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും കൂടെ ചെയ്തത്. केवल विश्वास किया ही नहीं, उसने अपने कामों पर उसे लेकर आया. അതുകൊണ്ടാണ് അവരുടെ സ്റ്റാറ്റസിന് തന്നെ ഒരു ചേഞ്ച് വന്നത്. इसके लिए उसका स्टेटस ही बदल गया. നമ്മൾ ഇന്ന് വായിച്ച എബ്രായർ 11 ആ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ അനേക ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. इब्रानियों 11 में हम बहुत सारे विश्वास के लिस्ट देख सकते हैं. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുമ്പോൾ 2 സ്ത്രീകളുടെ പേര് മാത്രമേ അതിനകത്ത് കാണുള്ളൂ. लेकिन उसमें केवल 2 ही स्त्रियों का नाम है. ഒന്ന് സാറയാണ്, एक सारा है, 2 രാഹാബാണ്. दूसरा राहब है. അവർ 2 പേരും वो दोनों लोग പറഞ്ഞ അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആയി. उनका स्टेटस बदल गया. ഒരാള് ബഹുജാതികളുടെ മാതാവായിട്ട് മാറി. एक व्यक्ति बहुजातियों का माता बन गई. അതും മക്കളില്ലാതിരുന്ന ഒരു സ്ത്രീയുടെ വിശ്വാസം അവിടെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവരെ ബഹുജാതികളുടെ മാതാവാക്കി മാറ്റി. उन्होंने भी उनके पीढ़ी ना होने की वजह से विश्वास किया तो विश्वास के द्वारा वो बहुजातियों की माता बन गई. അതുപോലെ തന്നെ രാഹാബിന്റെയും കഥ. वैसे ही राहब भी, വേശ്യയായിരുന്ന രാഹാബ് वेश्या राहब വിശ്വാസത്തോടെ विश्वास से പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ जब विश्वास को अपने कामों पर लेकर आई യേശുക്രിസ്തുവിന്റെ വംശവാലിയിലേക്ക് നിയമിക്കപ്പെടുകയാണ് കാണുന്നത്. तो यीशु के वंशावली में उसका नाम आया. ഈ ദിവസങ്ങളിൽ നമ്മളും വിശ്വാസത്തോടായി നമ്മുടെ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരിക, हम भी अपने विश्वास को अपने कामों पर लागू करें. അനേകരെ നമ്മളും ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. अनेक लोगों को हमारे उद्धार पर हम लेकर आ सकते हैं. വീണ്ടും നമ്മൾ സാന്റി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. और भी हम सैंटी जी के लिए प्रार्थना करेंगे. വരും ദിവസങ്ങളിൽ വീണ്ടും അതിശക്തമായി ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസിയാക്കി മാറ്റാൻ വേണ്ടി आने പ്രാർത്ഥിക്കാം. वाले दिनों में परमेश्वर के राज्य के लिए काफी सामर्थ तौर से इस्तेमाल होने के लिए हम प्रार्थना करेंगे. हम गीतों को गाकर कुछ देर परमेश्वर की आराधना करेंगे. प्रेज द लॉर्ड. आए हम सब खड़े हो जाएंगे. जैसे हमने वचन में सुना कि यीशु का नाम हमारे प्राणों के लिए वो रक्षा ठहरता है, वो हमारे घर के लिए एक सुरक्षा ठहरता है. आज हम घोषणा करके, आज हम अंगीकार करके हमारे आवाज़ों को हम ऊंचा उठाकर आज हम गाएंगे. यीशु का नाम मेरे प्राण की रक्षा, प्रेम निकाला हूँ मेरे घर की सुरक्षा. यीशु का नाम मेरे प्राण की रक्षा, प्रेम निकाला हूँ मेरे घर की सुरक्षा. चुकराने वाली महामारी से डरेंगे नहीं, हम डरेंगे नहीं. चुकराने वाली महामारी से डरेंगे नहीं, हम डरेंगे नहीं. यीशु का नाम मेरे प्राण की रक्षा, निकाला हूँ मेरे घर की सुरक्षा. यीशु का नाम मेरे प्राण की रक्षा, निकाला हूँ मेरे घर की सुरक्षा. लोगों का भय और मृत्यु का डर यीशु के नाम में हो अब दूर. लोगों का भय और मृत्यु का डर यीशु के नाम में हो अब दूर. यीशु का नाम मेरे प्राण की रक्षा, निकाला हूँ मेरे घर की सुरक्षा. यीशु का नाम मेरे प्राण की रक्षा, निकाला हूँ मेरे घर की सुरक्षा. विपत्ति कोई हम पर ना पड़ेगी, तेरे के निकट दुख ना आएगी. विपत्ति कोई हम पर ना पड़ेगी, तेरे के निकट दुख ना आएगी. यीशु का नाम मेरे प्राण की रक्षा, निकाला हूँ मेरे घर की सुरक्षा. यीशु का नाम मेरे प्राण
യേശുവിൻ